അഭിവാദ്യമർപ്പിച്ച് പ്രകടനം തുടങ്ങിയിരിക്കുന്നു പ്രവർത്തകർ. എം സ്വരാജ് എന്ന പേര് പ്രഖ്യാപിച്ചതോടെ പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി തന്നെ മത്സരത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് പാർട്ടിക്ക് ഒരു ആവേശമായിട്ടുണ്ട്. സ്വതന്ത്രനെ ഇറക്കുന്നില്ല. നിലമ്പൂരിലേത് അഭിമാന പോരാട്ടമാണ്. ആ പോരാട്ടം വിജയിച്ചേ തീരൂ എന്നുള്ളതാണ് പാർട്ടി നിലപാട്. അതിന് പാർട്ടിയുടെ പോരാളിയായി എം സ്വരാജിനെ തന്നെ, നാട്ടുകാരനെ തന്നെ രംഗത്തിറക്കുകയാണ് പാർട്ടിയാണ് തീരുമാനിക്കുക. സ്വരാജിന് നേരത്തെ താല്പര്യമില്ല എന്ന് ആണ് അറിയാനായിരുന്നത്. പക്ഷേ വ്യക്തിപരമായ താല്പര്യത്തിനപ്പുറം പാർട്ടിയുടെ തീരുമാനമാണ് നടപ്പാവുക. എം സ്വരാജ് കളത്തിലിറങ്ങുമ്പോൾ അത് നിലമ്പൂരുകാർ തമ്മിലുള്ള പോരാട്ടമായി മാറുകയാണ്. ആര്യാടൻ ഷൗക്കത്തും എം സ്വരാജും രണ്ട് നിലമ്പൂരുകാർ തമ്മിലുള്ള പോരാട്ടം, നാട്ടുകാർ തമ്മിലുള്ള മത്സരം, രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള മത്സരം, രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരം. അതാണ് എം വി ഗോവിന്ദനും പറഞ്ഞത്. LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം എന്ന്. അൻവർ ഒരു ഘടകമേയല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് പാർട്ടി സെക്രട്ടറി. പക്ഷേ അൻവറാണ് എം സ്വരാജ് എന്ന പേരിലേക്ക് എത്തിച്ചത് എന്ന് വേണം കരുതാൻ. കാരണം അൻവർ പാതി വഴിയിലിട്ടിട്ട് പോയ മണ്ഡലം അത് തിരിച്ചു പിടിക്കുക, പാർട്ടിക്ക് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അഭിമാന പോരാട്ടമാണ് നിലമ്പൂരിൽ എം സ്വരാജിനെ നിർത്തിക്കൊണ്ട് മണ്ഡലം നിലനിർത്തുക എന്ന ഉദ്ദേശ്യമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളത്. അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തകരുടെ പ്രകടനമാണ് ഇപ്പോൾ കാണുന്നത്. നിലമ്പൂരിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഒരു വശത്ത് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനം വിശദീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയതിന് തൊട്ട് പിന്നാലെ പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. കാരണം പ്രാദേശിക ഘടകത്തിൻ്റെ ആവശ്യമായിരുന്നു എം സ്വരാജിനെ നിർത്തുക എന്നുള്ളത്. അങ്ങനെ ഒരു സമ്മർദ്ദം നിലമ്പൂരിൽ നിന്നും പാർട്ടിക്ക് ഉണ്ടായിരുന്നു താനും. അങ്ങനെ എം സ്വരാജ് പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. പാർട്ടി തന്നെ അൻവർ പാതി വഴിയിലിട്ടിട്ട് പോയ മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം. ഇതൊരു വെല്ലുവിളിയായി തന്നെ നിലമ്പൂരിലെ പോരാട്ടം എടുക്കുന്നു എന്നാണ് CPM ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ വ്യക്തമാക്കുന്നത്. LDF-ന്റെ പ്രകടനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ. നിലമ്പൂരിൽ നിന്നും അലി അക്ബർ ഷാ വിവരങ്ങൾ നൽകും. അലി അക്ബർ ഷാ, എം സ്വരാജ് വേണം, പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥി തന്നെ വേണമെന്നുള്ളത് നിലമ്പൂരിലെ പാർട്ടി ഘടകത്തിന്റെ ആവശ്യമായിരുന്നു. ആവശ്യം അംഗീകരിക്കപ്പെട്ടതിനുള്ള ആവേശവും പ്രകടനവുമല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലമ്പൂരിലെ തെരുവിൽ? തീർച്ചയായും സ്മൃതി, നിലമ്പൂരിലെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച സ്ഥാനാർത്ഥി, ഒരു മികച്ച മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് എം സ്വരാജ് എന്ന പേര് ഏറ്റവും പ്രധാനമായും ഉയർന്നു കേട്ടത്. സ്വാഭാവികമായും നിലമ്പൂരുകാരനായ സ്വരാജ് ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ വലിയൊരു മുന്നേറ്റം LDF-ന് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള വലിയ ആത്മവിശ്വാസം LDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സ്വാഭാവികമായും മറ്റു പല ഘടകങ്ങളും LDF-ന് അനുകൂലമായി നിൽക്കുന്നു എന്ന് LDF അവകാശപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഒരു ശക്തനായ സ്ഥാനാർത്ഥി കൂടി വന്നാൽ വിജയം കൈപ്പിടിയിലാക്കാമെന്ന ഉറച്ച ആത്മവിശ്വാസം തന്നെയാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് എം സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥി വേണം എന്നുള്ള ആവശ്യം പ്രധാനമായും പാർട്ടി നേതൃത്വം മുന്നോട്ട് വെച്ചത്. ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. എം സ്വരാജ് നിലമ്പൂരിൽ ഇത്തവണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ LDF-നെ നയിക്കും എന്നുള്ള തീരുമാനം വന്നതിൻ്റെ ആവേശം തന്നെയാണ് ഇപ്പോൾ നിലമ്പൂർ ടൗണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഈ പ്രകടനം ആരംഭിച്ചത്. ആവേശോജ്വലമായ പ്രകടനം ഇപ്പോൾ നിലമ്പൂർ ടൗണിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ആളല്ല എം സ്വരാജ്, നിലമ്പൂരിനെ അറിയാത്തയാളല്ല എം സ്വരാജ്. അതുകൊണ്ട് തന്നെ എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലമ്പൂരിൽ ഒരു വലിയ മുന്നോട്ട് പോക്ക്, ഒരു മികച്ച വിജയം, വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം ഉറപ്പിക്കാൻ കഴിയും എന്നത് തന്നെയാണ് LDF-ന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. സ്വാഭാവികമായും അൻവർ വിഷയം ഉൾപ്പെടെ, അതുപോലെ തന്നെ ഈ UDF-ലെ ആദ്യഘട്ടത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആശങ്കയും സംശയങ്ങളും ഒക്കെ, ആ വിഷയങ്ങളെല്ലാം കെട്ടടങ്ങിയിട്ടില്ല. അതൊക്കെ LDF-ന് അനുകൂലമാകും വിധം നിലനിൽക്കുമെന്നത് തന്നെയാണ് LDF-ന്റെ വിശ്വാസം. ആദ്യഘട്ടത്തിൽ VS ജോയി സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ എം സ്വരാജ് എന്ന പേരിലേക്ക് പാർട്ടി എത്തുമ്പോൾ അതൊരു അഭിമാന പോരാട്ടമായി തന്നെ പാർട്ടി കാണുന്നു എന്നുള്ളതാണ്